സോയ പ്രോട്ടീസ് കറിയാണ് വെക്കുന്നത്. അതിലേക്ക് വേണ്ട ചേരുവകൾ: സോയ 200 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പുപൊടി, മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാല പൊടിച്ചത്, വെളിച്ചെണ്ണ, സവാള 4 എണ്ണം അരിഞ്ഞത്, തക്കാളി 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, വേപ്പില, ക്യാപ്സിക്കം 1 കഷ്ണം. സോയ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ സോയ ഇട്ട് കൊടുക്കുക. അത് ഒരു 4 മിനിറ്റ് ഒന്ന് തീ ഫുള്ളിലിട്ടിട്ട് അത് തിളപ്പിക്കണം. ഇത് 4 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. നന്നായി വീർത്ത് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ട് വീണ്ടും ഒരു പച്ചവെള്ളത്തിലേക്ക് ഇടണം. സോയ പ്രോട്ടീസിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതിന് നന്നായി വെള്ളം പിഴിഞ്ഞ് കളയണം. ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇപ്പോൾ വെള്ളം കൂടുതൽ ഇതിലിരുന്ന് കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ കുറച്ച് പണിയാവും. ഇതിൻ്റെ സോയയുടെ ഒരു മണം പോയിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു വലിയ കഷ്ണമാണ് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് ചെറുതാക്കി ഇടാം. വെന്ത് കഴിയുമ്പോൾ അങ്ങനെ ആക്കി ഇടാൻ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ തേക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി ഈ പ്രോട്ടീസിൽ ഈ മുളകും ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി തിരുമ്മി ഇതൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു 1/2 മണിക്കൂർ വെക്കണം. നന്നായി തിരുമ്മി കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി ഇത് മുളകും മഞ്ഞളും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ ഇത്തിരി ഉപ്പ് പൊടി ഇടാം. സവാള നന്നായി വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ഇടാം. തക്കാളി നന്നായി വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായി വെന്ത് അലിഞ്ഞ് ഇതിനോട് ചേരണം. അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇടാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ കുറച്ച് അതിൽ പ്രോട്ടീസ് നേരത്തെ മസാല തേച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂണ് ചേർക്കാം. നന്നായി ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ അതൊന്ന് ചൂടാവാൻ അനുവദിക്കണം. മുളക് പൊടി ലേശം, അതായത് 1 ടീസ്പൂണ് നമ്മൾ നേരത്തെ പ്രോട്ടീസ് മസാല തേച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് മുളക് പൊടി ഇതിനൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുക. നേരത്തെ ചേർത്തത് കൊണ്ടാണ് അത് അതിൽ പിടിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ചേർത്ത് നന്നായി ഇളക്കി മുളകിൻ്റെ മഞ്ഞളിൻ്റെ ഒരു കുത്ത് പോകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കറി ഗ്രേവി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ല ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പ്രോട്ടീസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് ഗ്രേവി, അതായത് നമ്മൾ ചപ്പാത്തിക്കോ പത്തിരിക്കോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. തീ കൂട്ടിയിട്ടിട്ട് നന്നായി ഒന്ന് ഇതിനെ തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് ആ മല്ലിയുടെയും മുളകിൻ്റെയും മഞ്ഞളിൻ്റെ ഒക്കെ കുത്തൊക്കെ നന്നായി പോയി ഈ ഗ്രേവി സെറ്റാകും.
ഇപ്പോൾ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ച റോട്ടീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഗരം മസാല പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. റോട്ടീസ് വറുക്കാതെ വെച്ചതാണ്. ഇനി ഈ റോട്ടീസ് തന്നെ നമുക്ക് മസാല തേച്ച് വറുത്തിട്ടും വെക്കാവുന്നതാണ്. ഒരു തണ്ട് വേപ്പില ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ഇത് വേവിക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് ഇത് നോക്കാം. നന്നായി റോട്ടീസിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ആഴ്ചയിൽ ഒരു 3-4 തവണയെങ്കിലും എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സോയാബീനിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ ഫൈബർ ധാരാളമുണ്ട്. അതുകൊണ്ട് ദഹനവും വേഗം നടക്കും. അപ്പോൾ നല്ലൊരു കറിയായിട്ട് നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും പത്തിരിക്കായാലും ഒക്കെ നമുക്ക് കഴിക്കാം. റോട്ടീസ് കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒരു ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ.